ഹലോ എവ്രി വൺ, ഞാൻ സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. നീറ്റ് എക്സാം വരാൻ ഇനി കുറച്ച് മാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഈ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വരുത്താതിരിക്കാൻ നോക്കണം. ഒന്നാമത്തെ കാര്യം, മോഡൽ എക്സാംസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ചാപ്റ്റേഴ്സോ പെൻഡിങ് ടോപ്പിക്സ് പഠിക്കാനോ ക്ലാസ്സസ് കാണാനോ ഒക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾ അത് മോഡൽ എക്സാമിൻ്റെ സമയത്ത് പഠിക്കാം എന്ന് വിചാരിക്കരുത്. കാരണം മോഡൽ എക്സാമിന് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ടാവും, അതും കുറച്ച് സമയമായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്നൊന്നും വരില്ല. അപ്പോൾ പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ബിഫോർ യുവർ മോഡൽ എക്സാം സ്റ്റാർട്ട്സ് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, സ്റ്റിൽ നിങ്ങൾ ഫിസിക്സ് ആയാലും അല്ലെങ്കിൽ കെമിസ്ട്രി ആയാലും ഒക്കെ ഈ ചാപ്റ്റേഴ്സിൻ്റെ തിയറി പാർട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് സ്റ്റിൽ തിയറിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, ക്വസ്റ്റ്യൻസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു മിസ്റ്റേക്കാണ് വരുത്തുന്നത്. കാരണം ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കേണ്ട സമയമാണ്. തിയറിയും നോക്കണം, പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് കാലം നിങ്ങൾ ക്വസ്റ്റ്യൻസും നല്ലോണം വർക്കൗട്ട് ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡും ആക്യുറസിയൊക്കെ നമുക്ക് കുറച്ച് വേഗത്തിൽ കൂട്ടിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, സ്ലീപ്പ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ലാസ്റ്റിലോട്ട് എടുക്കുന്നവർ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ബാക്കി ഉണ്ടാവും, പെൻഡിങ് ഉണ്ടാവും, ക്ലാസ്സസ് ഒക്കെ കാണാൻ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രെസ് ലെവൽ ഭയങ്കര പീക്കിലെത്തുന്ന കുറച്ച് മാസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്ട്രെസ്സ് കൂടുന്തോറും നമ്മൾ ഉറക്കവും കുറയും. എനിക്കൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എന്നും 7 മണിക്കൂർ ഉറങ്ങാൻ ലൈക്ക് ആദ്യമൊക്കെ ഒരു 6 hours ഒക്കെ ആയിരുന്നു ഉറങ്ങുക നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനത് 6 hours and 30 minutes ആക്കി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഒരു സാച്ചുറേറ്റഡ് പോയിന്റ് എത്തിയപ്പം, അതായത് ഒരു 4-5 മാസം ബാക്കിയിരിക്കുന്ന സമയം മുതൽ ഞാൻ ഒരു ദിവസം ഏകദേശം 7 മണിക്കൂർ ഉറങ്ങിയിരുന്നു. പക്ഷേ 7 ദിവസം ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പ്ലാനൊക്കെ ഉണ്ടാക്കും. രാത്രി അതായത് 7 മണിക്കൂർ ഉറങ്ങാമെന്നുള്ള രീതിക്ക് കിടന്നാൽ പോലും കിടന്നാൽ ഉറക്കം വരില്ല. ഇത് പല കുട്ടികളുടെയും പ്രശ്നമായിരിക്കും. കാരണം നമ്മുടെ സ്ട്രെസ്സ് കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു മെൻ്റൽ സ്റ്റേറ്റിലോട്ട് എത്തുന്നുണ്ടാവും. ഫുൾ ടൈം പഠിത്തം, പ്രൊഡക്റ്റീവ് ആവുക, പഠിത്തം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ ഞാൻ സ്വപ്നം കാണുന്നത് പോലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്നത് പോലെയായിരുന്നു. ഞാൻ ഉറക്കത്തൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. അത്രയും നമ്മൾ ഈ ഇൻടു നീറ്റായിട്ട് കിടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഉറക്കം നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, ലൈക്ക് മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഈ സ്ട്രെസ് ലെവല്, പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തമ്മിലുള്ള ബാലൻസ് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് സ്ലീപ്പ്. നല്ലൊരു ഡീപ്പ് സ്ലീപ്പ്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള എന്നാൽ ഒരു 6-30 hours അല്ലെങ്കിൽ ഒരു 7 hours ക്വാണ്ടിറ്റി ഉള്ളൊരു സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയേ മതിയാവുള്ളൂ. ഓക്കെ. അടുത്ത കാര്യം, നിങ്ങൾ എക്സാംസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ലാസ്റ്റിലോട്ട് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റേഴ്സ് കുറേ ഉണ്ടാവും, പഠിക്കാനുള്ള സമയം ഭയങ്കര കുറവായിരിക്കും. അപ്പം നമുക്ക് വരുന്നൊരു ടെൻഡൻസിയാണ് ഈ എക്സാം അങ്ങ് സ്കിപ്പ് ചെയ്താൽ, എന്നിട്ട് ആ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഇരുന്ന് പഠിക്കാം, അപ്പോൾ എനിക്ക് അത്രയും സമയം എക്സ്ട്രാ കിട്ടില്ല എന്നൊക്കെ ഓരോ മണ്ടൻ തോട്ട്സ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ടൈം കൂടെയാണിത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്സാം എഴുതുക എന്നുള്ളത് ഒരു ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് സ്റ്റഡിയിങ് ആണ്. ഒരിക്കലും നിങ്ങൾ എക്സാം വേറെ തന്നെ അല്ലെങ്കിൽ സ്റ്റഡീസ് വേറെ, അതായത് എക്സാമിന് വേണ്ടി പഠിക്കുന്നത് വേറെ എക്സാം വേറെ അങ്ങനെ കരുതരുത്. ഇതൊക്കെ ഈ എക്സാം എഴുതുന്നതൊക്കെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. ചില എക്സാംസ് നമുക്ക് മാർക്ക് കുറയും, ചിലതിന് നല്ലോണം കിട്ടും, ചിലതിന് നമ്മുടെ ഒരു സാധാരണയുള്ള റേഞ്ചിൽ കിട്ടും. ഈ എക്സാം റൈറ്റിംഗ് സ്കില്ല് കൂടെ ആക്ച്വലി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത് വരണം. അല്ലാണ്ട് വെറും പഠിത്തം മാത്രമല്ല നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ മോഡൽ എക്സാംസ് അല്ലെങ്കിൽ എന്ത് എക്സാം ആയിക്കോട്ടെ ഒരിക്കലും എക്സാംസ് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ എന്നും 2 PM to 5:20 PM നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി ഗ്രേറ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ നേരത്തെ സ്ലീപ്പിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു, ദ മെൻ്റൽ ഹെൽത്ത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. കാരണം നമ്മൾ എത്ര നന്നായി പഠിച്ചാലും നമുക്ക് ഒരു സ്ട്രെസ് ലെവലൊന്നും നല്ല രീതിക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സാമിന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ ഇനി വരുന്ന 4 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.